എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റുമെന്ന് നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാനുള്ള ധൈര്യപ്പെടാറുണ്ടോ? ഇനി അഥവാ പറഞ്ഞാൽ തന്നെ മുഖത്തിൻ്റെ ഷേപ്പ് മാറുന്നത് നമ്മളതായിരിക്കും. പക്ഷേ ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഇത് പറയാൻ നമ്മൾ ധൈര്യപ്പെടാറുണ്ട്. കാരണം നമ്മൾ ശരിക്കും ഷേപ്പ് മാറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്കിവിടെ പരിശോധിക്കാം. ഒന്ന്, തലേന്ന് തുടങ്ങുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ കാരണം ചില ആൾക്കാർക്ക് കഷണ്ടി ആയിട്ടുണ്ടാവും. അത്തരം ആൾക്കാർക്ക് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മുടി നല്ല സ്റ്റൈലില്ലാതാക്കി കൊടുക്കും. മറ്റൊന്ന്, മുടി കൊഴിച്ചിൽ. പല ആൾക്കാർക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. അത്തരം ആൾക്കാർക്ക് നമ്മൾ ശാസ്ത്രീയമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മുടി കൊഴിച്ചിലിലെ മരുന്നുകൾ, സിറംസ്, അതേപോലെ ടാബ്ലറ്റ്സ്, അതേപോലെ നമ്മൾ PRP, GFC ഒക്കെ ചെയ്തിട്ടും നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ ശ്രമിക്കും. വേറൊന്ന്, കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങാതെ നെറ്റിയിലെ ചുളിവുകൾ, അതേപോലെ കവിളിലും നമ്മളെ താടിയിലൊക്കെ വരുന്ന ചുളിവുകൾ, കഴുത്തിൽ വരുന്ന ചുളിവുകൾ, അതൊക്കെ മാറ്റാൻ നമുക്ക് ബോട്ടോക്സ് നമ്മൾ കൊടുത്ത് സഹായിക്കാറുണ്ട്. വേറെ ഒന്നാണ് കണ്ണിൻ്റെ അടിയിലുള്ള കുഴിക, അണ്ടർ ഐ ഹോളോയിങ് വരുന്നത്. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഫില്ലേഴ്സ് ചെയ്ത് കൊടുക്കും. ചില ആൾക്കാരെ അലട്ടുന്ന പ്രശ്നമാണ് മൂക്കൊക്കെ പതിഞ്ഞിരിക്കുന്ന ടൈപ്പ് മൂക്കായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ലിക്വിഡ് റൈനോപ്ലാസ്റ്റി, അതായത് ഫില്ലർ വെച്ച് മൂക്കൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കും. വേറൊന്ന് വരുന്നത് ലിപ്സാണ്. ചില ആൾക്കാർക്ക് അവരുടെ ലിപ്സിൻ്റെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിരിക്കില്ല. അത്തരം സാഹചര്യങ്ങളും നമ്മൾ ഫില്ലേഴ്സ് ചെയ്തിട്ട് ലിപ്പ് നല്ല കോണ്ടോറുള്ള ലിപ്പ് ആക്കി കൊടുക്കും. സാഗിങ് കാരണം നമ്മുടെ ഡബിൾ ചിൻ വരാറുണ്ട് ചില ആൾക്കാർക്ക്. അതേപോലെ ജോലൈനിൻ്റെ ഡെഫിനിഷൻ നഷ്ടപ്പെടും. ഇത്തരം ആളുകളിലാണ് നമ്മൾ ഹൈഫു ചെയ്തിട്ട്, ഹൈഫു എന്ന് പറഞ്ഞാൽ നോൺ സർജിക്കൽ ഫേസ് ലിഫ്റ്റിംഗ് പ്രൊസീജിയറാണ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മുഖം നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ പണ്ട് അവരുടെ സ്ഥിതിയിലേക്ക് നമ്മൾ ആക്കി കൊടുക്കും. അമിതരോഗമുള്ള ആൾക്കാർക്ക് നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്തിട്ട് ഹെയർ ഇല്ലാത്ത അവസ്ഥയിലാക്കി കൊടുക്കുന്നതാണ്. വേറൊന്ന്, ചില പുരുഷന്മാരിൽ അവർക്ക് താടി രോമങ്ങൾ ഉണ്ടായിരിക്കില്ല. അവരും വളരെ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകളായിരിക്കും. ഇത്തരം ആളുകളിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് താടി നല്ല രൂപത്തിലുള്ളതാക്കി കൊടുക്കും. ചില സാഹചര്യങ്ങൾ നമ്മൾ ത്രെഡ് ലിഫ്റ്റ് ചെയ്യാറുണ്ട്. ത്രെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് ത്രെഡുകളുണ്ട്, സൂപ്പർഫിഷ്യൽ ത്രെഡും ഉണ്ട്. നമ്മൾ ഫേസ് ടൈറ്റനിങ്ങിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡീപ്പ് ത്രെഡ്സ് ആണ്. ഇത്തരം ത്രെഡ് നമ്മൾ ഇവിടുന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടേക്ക് എത്തിച്ചിട്ട് ഫോൾഡുകളുണ്ട്, നേസോലേബിയൽ ഫോൾഡ് എന്ന് പറയും. ഇത്തരം ഫോൾഡുകൾക്കുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് കാര്യമായിട്ട് അത് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് കഴിഞ്ഞാൽ ഈ ത്രെഡ് നമ്മൾ സ്കിന്നുമായിട്ട് ഇഴകിച്ചേർന്ന് ഫേസ് നല്ല ടൈറ്റനിങ്ങും കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ട് നമ്മൾ ഷേപ്പ് മാറ്റപ്പെടുന്നു എന്നുള്ളത്. ഈ രീതികൾ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും മാറിപ്പോകുന്നതല്ല. വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരുമായി, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. സോ ഫോർ മോർ സ്കിൻ ടിപ്പ്, സ്റ്റേ ട്യൂൺഡ്, ഹാവ് എ നൈസ് ഡേ, ബൈ.